പുറമെ മറ്റു മാധ്യമങ്ങൾ ഉണ്ടാക്കിയ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നെഗറ്റീവ് ആളുകളോ മനസ്സുള്ളവരോ ഒന്നുമല്ല ചൂരൽമലയിലും മുണ്ടക്കൈയിലുമുള്ളത്. സർക്കാരിനെ നേരിട്ട് അറിഞ്ഞവരാണ് അവർ. സർക്കാർ അവർക്ക് നൽകിയതുമായ എല്ലാ സഹായങ്ങളും കൈപിടിച്ച് കൂടെ ഉണ്ടായിരുന്ന അന്ന് ദുരന്ത ഭൂമിയിൽ തൊട്ട് ഇന്ന് വരെ ഉണ്ടായിരുന്ന നിമിഷങ്ങളിൽ ഒക്കെ തന്നെ കൂടെ ഉണ്ടായിരുന്ന സർക്കാരിനെ അവർ ഓർമ്മിക്കുക തന്നെ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചവരൊക്കെ തന്നെ നമ്മളോട് പങ്കുവെച്ച കാര്യങ്ങൾ എന്നുള്ളതാണ്. നമുക്ക് ചൂരൽമലയിലെ എൻ്റെ പേര് മുഹമ്മദ് അലി. എന്ത് പറയുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്? ടൗൺഷിപ്പിലെ തറക്കല്ലിടാൻ പോകുന്നു, അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും വളരെ എൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. ശരിക്കും എൻ്റെ കൂടപ്പിറപ്പുകളൊക്കെ ഒരുപാട് മരിച്ചുപോയ ദിവസമാണ്. പിന്നെ ഒരുപാട് പേര് 10-23 പേര് മരിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറേ വികൃതമായ മനസ്സിൻ്റെ ഉടമകൾ ഇവിടുത്തെ എല്ലാ ആളുകളെയൊക്കെ വിഘടിപ്പിച്ച് കുറേ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പലരെയും വിഘടിപ്പിച്ച് പല തെറ്റായ ആശകൾ കൊടുത്ത് ആളുകളെയൊക്കെ കൂട്ടി സർക്കാരിനെതിരെ കുറേ കോലാഹലങ്ങൾ ഉണ്ടാക്കി കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അതിനൊക്കെ മറുപടിയായി ഇന്ന് അവിടെ ഈ ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കണം ഞാനാണ്. കാരണം അത് പറയാണ്ട് വയ്യ, എനിക്ക് കൂടുതൽ പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയണ്ട. സന്തോഷിക്കുന്ന ദിവസം സങ്കടപ്പെടല്ലേ? സർക്കാർ അന്നേ പറഞ്ഞിട്ടുണ്ട്, മന്ത്രി മുഹമ്മദ് റിയാസ് അന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടവരുടെ ജീവൻ മാത്രമേ ഞങ്ങൾക്ക് തിരിച്ചു തരാതിരിക്കാൻ കഴിയുകയുള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾ ഒരുക്കി തരുമെന്നുള്ളത്. അക്ഷരാർത്ഥത്തിൽ ഈ ഒരു ദുരന്തം മാത്രമല്ല, നമ്മൾ പിന്നെ ഇടതുപക്ഷ സർക്കാരിനെ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കി ദുരന്തം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചോളി. LDF സർക്കാരും UDF സർക്കാരും ഉണ്ടായ UDF സർക്കാർ ഉണ്ടായ സമയത്താണ് ഓക്കി ദുരന്തം ഉണ്ടായതെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തേക്ക് LDF സർക്കാർ വന്നതിന് ശേഷം ഓരോ മനുഷ്യനും ഇവിടെ നൽകിയിട്ടുള്ള ഓരോ പരിഗണന, പിന്നെ വീടാകട്ടെ, ജീവനാകട്ടെ, ജീവോപാധികളാകട്ടെ, മറ്റെല്ലാ കാര്യങ്ങളിലും ഇന്ന് ഇവിടെ ലഭിച്ചിട്ടുള്ള ഈ ദുരന്തത്തിൽ പോലും ലഭിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും, ഞാൻ ക്യാമ്പിൽ താമസിച്ച ഒരാളാണ്. ആ ക്യാമ്പിലുണ്ടായ ഗുണനിലവാരമായ സ്റ്റാൻഡേർഡായ ജീവിതങ്ങളും അവിടെ ഉണ്ടായ കാര്യങ്ങളും അവിടുത്തെ സെറ്റപ്പും ഒരു എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുമുതൽ ഇന്ന് വരെയും ഓരോ മനുഷ്യനും വാടക കൊടുത്തിട്ടും ഒരു ദിവസം ഒരു 600 രൂപ ഒരു വീടുകളിൽ കൊടുത്തിട്ട് അവരെ ജീവിതം കരുപിടിപ്പിക്കാനുള്ള കാര്യങ്ങൾ മുതൽ എല്ലാ കാര്യത്തിലും സർക്കാർ കൂടെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും അവരെ കരുവാരി തേച്ച് കാണിക്കാൻ വേണ്ടി കുറേ ഛിദ്രശക്തികൾ തന്നെ പറയാം, ഒരു വികൃതമായ മനസ്സിൻ്റെ ഉടമകൾ, അവരൊക്കെ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളവിടെ കൂട്ടി യോജിക്കേണ്ടത് ഈ പറയുന്ന ആളുകളെയൊക്കെ പ്രസ്ഥാനങ്ങളും മറ്റൊരും ഈ സർക്കാരിന് വേണ്ടി എന്ത് ചെയ്തു, അവരൊക്കെ ആര് ഈ സർക്കാരിന് വേണ്ടി എന്ത് ഫണ്ട് കൊടുത്തു. ഇപ്പോൾ DYFIക്കാരൻ പറഞ്ഞ് ഞങ്ങൾ 100 വീട് കൊടുക്കാമെന്ന് ആർജവത്തോടെ ഞങ്ങൾക്ക് ചങ്കുറപ്പോടെ പറയാൻ പറ്റും. അവരൊക്കെ ഒരു ബിഗ് സല്യൂട്ട് അടിക്കുകയാണ് ഞാൻ. എന്താ പറഞ്ഞാൽ ഒരുത്തനത്തും കൈനീട്ടിയിട്ടല്ല, അധ്വാനിച്ച് പാറ ചുമന്നും മരം ചുമന്നും കച്ചവടം നടത്തിയും തെരുവോരങ്ങളിലൂടെ ആക്രി പെറുക്കിയും ഒക്കെ നടന്ന് അധ്വാനിച്ചുണ്ടാക്കിയ 100 വീടിന് പറഞ്ഞ് 20 കോടി രൂപ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമൊന്നുമല്ല. പണം ഉണ്ടാക്കാൻ പലർക്കും അവിടെ ഇവിടെ വിളിച്ചു പറഞ്ഞ് വലിയ വലിയ പണക്കാരിൽ നിന്നൊക്കെ കുറച്ച് പണം ശേഖരിക്കാൻ ആർക്കും കഴിയും. പക്ഷേ ഇതുപോലെ അധ്വാനിച്ച് പണം ഉണ്ടാക്കി കൊടുക്കാനായി DYFIക്കാരന് മാത്രമേ കഴിയുള്ളൂ. അതാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അതിൽ നിന്ന് ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ കബറെടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വന്നത്. എന്താ പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ രാവിലെ ഉമ്മ അടുത്ത് പോകണമെന്ന് തോന്നി, ഞാനവിടെ പോയിട്ട് വന്ന്. ഇന്ന് മുഖ്യമന്ത്രിനെ കാണാൻ പോകുമ്പോൾ ഞാൻ രാവിലെ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് മുഖ്യമന്ത്രിനെ കണ്ട് ഒരു സന്തോഷം. ഈ നമ്മളെ കൂടപ്പിറപ്പുകളൊക്കെ പങ്കിടണം. എൻ്റെ കൂടപ്പിറപ്പുകളെല്ലാവരും ഇന്ന് അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഒരുമിച്ച് കാണാനൊരു അവസരം കൂടിയാവും. അവരൊക്കെ നാളെ താമസിക്കാൻ പോകുന്ന ആ സ്ഥലം കാണാനുള്ളൊരു അത്യാഗ്രഹവും കൂടി മനസ്സിലുണ്ട്. അമിതമായ ഒരു മുഹമ്മദ് അലിക്കാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം, വലിയൊരു ദുരന്തത്തിൽ നിന്നും 28ഓളം കുടുംബങ്ങളെ നഷ്ടപ്പെട്ട, സഹോദരിമാരെ സഹോദരന്മാരെ ഒക്കെ നഷ്ടപ്പെട്ട മുഹമ്മദ് അലിക്കാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട ആ സന്തോഷം അറിയിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ചൂരൽമലയിലെ ജനങ്ങൾ, മുണ്ടക്കൈയിലെ ജനങ്ങൾ.